പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം അർജുൻ. അപ്പോൾ ഈ വീഡിയോ കാണുന്ന നിങ്ങളെല്ലാവരും ഹാപ്പി അല്ലേ? ഞാനും ഹാപ്പിയാണ്. അപ്പോൾ ഇന്നിപ്പോൾ വിഷുവിൻ്റെ തലേ ദിവസമാണ്. ആക്ച്വലി നമ്മൾ വിഷുവിൻ്റെ വീഡിയോ ഓൾറെഡി പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ വിഷു മുമ്പ് എന്താണ് കാഴ്ചകൾ എന്നൊക്കെ ഒന്ന് ഈ വീഡിയോയിലൂടെ അറിയാം. അവിടെ അടുക്കളയിൽ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്നലെ രാത്രി ആവേശം സിനിമ കണ്ടു. നമ്മുടെ ഫാഫയുടെ അഴിഞ്ഞാട്ടം തന്നെയായിരുന്നു. എടാ മോനെ, എന്താ പടം ലാസ്റ്റ് എത്തിയപ്പോൾ കുറച്ച് ലാഗ് അടിച്ചു കേട്ടോ. പക്ഷേ ഫസ്റ്റ് ഹാഫ് ഫുള്ള് എൻ്റർടൈൻമെൻറ്റ്, ക്ലൈമാക്സും അടിപൊളിയായിരുന്നു. പക്ഷെ ഇടയിൽ എവിടെയോ കുറച്ച് ലാഗ് അടിച്ചു. അതൊഴിച്ച് നിർത്തിയ പടം കിടിലൻ. വിഷു കപ്പ് പുള്ളി തന്നെ തൂക്കി. മറ്റു രണ്ട് പടങ്ങളും ഞാൻ കണ്ടിട്ടില്ല, എന്നാലും ഓവറോൾ റെസ്പോൺസ് അങ്ങനെയാണ്. അപ്പോൾ അതൊക്കെയായിരുന്നു ഇന്നലത്തെ കാര്യങ്ങൾ. അതൊക്കെ കഴിഞ്ഞിട്ട് ഒരു നൈറ്റ് ലൈഫൊക്കെ ഒന്ന് എൻജോയ് ചെയ്തിട്ട് റൂമിൽ വന്ന് കിടുന്നത് മാത്രമേ ഓർമ്മയുള്ളൂ. രാവിലെ എണീറ്റപ്പോൾ സമയം 10:30 ഒക്കെ ആയിട്ടുണ്ട്. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചു. ഇനി ഒരു ചെറിയ കുക്കിംഗ് പരിപാടി ഉണ്ട് കേട്ടോ. ഉച്ചത്തെ ഫുഡ് നമ്മൾ ഇവിടെ തന്നെയാണ് പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പോൾ അതിനുവേണ്ടി കുറച്ച് ചിക്കൻ വാങ്ങിച്ചിട്ട് വരാം. അങ്ങനെ നമ്മുടെ റൂമിൻ്റെ തൊട്ടടുത്തുള്ള കോഴിക്കടയിൽ എത്തിയിരിക്കുകയാണ്. ഈ കോഴികളെയൊക്കെ കാണുമ്പോൾ ഒരു ചെറിയ വിഷമം. ഈ അടുത്ത് വരുന്ന ദിവസങ്ങളിൽ ഏതെങ്കിലും വീട്ടിലോ അല്ലെങ്കിൽ ഹോട്ടലിലൊക്കെ ചിക്കൻ കറിയോ അല്ലെങ്കിൽ ചിക്കൻ തന്തൂരിയൊക്കെ ആവാൻ പോകുന്ന ഐറ്റംസാണ്. പക്ഷേ നമ്മൾ കറി വയ്ക്കുമ്പോൾ ആ വിഷമമൊന്നുമില്ല കേട്ടോ. കഴിക്കുമ്പോൾ തീരെ വിഷമമില്ല. ചെന്നൈ സൂപ്പർ കിങ്സ്ക്ക് വിസിൽ പോടുങ്കോ. ധോണിയെ കാണാൻ വേണ്ടിയിട്ട് നമ്മളിപ്പോൾ ചെന്നൈയിലായതുകൊണ്ട് തന്നെ ഒന്ന് ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ നോക്കിയതാണ്. അപ്പോൾ ടിക്കറ്റ് റേറ്റ്സ് കണ്ടപ്പോൾ ഒരു കാര്യം ഉറപ്പിച്ചു, തൽക്കാലം കളി ടി വിയിൽ കാണുന്നതാണ് നല്ലത്. അപ്പോൾ ഇതാണ് കേട്ടോ ഞങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ റൂം. കുക്കിംഗ് തുടങ്ങുന്നതിന് മുന്നേ കുറച്ച് നേരം ടി വിയിൽ ഫാലിമി കാണാമെന്ന് വിചാരിച്ചു. ഈ അടുത്തിറങ്ങിയതിൽ വെച്ചിട്ട് എന്നെ ഏറ്റവും കൂടുതൽ ചിരിപ്പിച്ച സിനിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ്. പ്രത്യേകിച്ച് ഇവർ ഫാമിലി ആയിട്ട് കാശിക്ക് പോകുന്ന സീനൊക്കെ ഇല്ലേ, അതൊക്കെ വേറെ ലെവലാണ്. റൂമിൽ റൂബിക്സ് ക്യൂബ് കണ്ടപ്പോൾ കുറേ നേരം അത് അങ്ങോട്ടും ഇങ്ങോട്ടും നീക്കി. ഒരു കാര്യമില്ല, അതൊന്നും സെറ്റായിട്ടില്ല. നമുക്ക് അടുക്കളയ്ക്ക് പോവാം. മെയിൻ ഷെഫ് ഇന്ന് ബാലയാണ്. അപ്പം ബാലേനെ ഒന്ന് സഹായിക്കാം. നമ്മുടെ ബാലണ്ണൻ കാര്യമായ കുക്കിങ്ങിലാണ്. അപ്പോൾ നമ്മളിവിടെ 1/2 കിലോ ചിക്കൻ വെച്ചിട്ടുണ്ട്. നമ്മളെന്താണ് ചിക്കൻ കറിയാണോ? ചിക്കൻ കറിയാ പ്രിപ്പയർ ഗ്രേവി പെപ്പർ ചിക്കൻ. அதுக்கு தேவையான பொருள்கள் எல்லாம் செட் ஆயிருக்கு. Before that we need to start with ரசம். தெரியுமான சிக்கன் ரசம் வேண்டும். நான் முதல்ல ஒரு ஆளை வந்து அறிமுகப்படுத்துறேன். இதுதான் நம்ம சிவா ப்ரோ. ஹாய் ப்ரோ, வெல்கம் டு டிராவல் அண்ட் ஈட் வித் அர்ஜு. பால அண்ணன் செய்யற ரசம் இருக்கே, அதுக்கு ஒரு தனி ருசி இருக்கு. குடிச்சாதான் தெரியும். ஹலோ ஃப்ரெண்ட்ஸ், இன்னைக்கு அர்ஜுன் ப்ரோ ரூமுக்கு வந்து நல்லா ஸ்பெஷலாக சிக்கன் பண்ணுறோம். அப்படியா? அப்படியே அந்த சிக்கன் கொஞ்சம் பாருங்க. சிக்கன் முதல்ல காமிச்சோம், உங்களை தான் அறிமுகப்படுத்தல இன்னும். இதான் நம்ம அருண் ப்ரோ. சிக்கனை அறிமுகப்படுத்துறதுக்கு முன்னாடி இவங்களை அறிமுகப்படுத்துறோம். இன்னைக்கு நம்மளோட மெயின் ஷெஃப் நம்ம பாலா அண்ணன் தான். பாலா அண்ணன் ரசம் பண்ணிட்டு இருக்காரு. സൂപ്പർ. പച്ചക്കറി കട്ട് ചെയ്യാനുള്ള ഹെൽപ്പ് പോലും ഞങ്ങളിൽ നിന്നും ബാല വാങ്ങണില്ല. എല്ലാം ഒറ്റയ്ക്ക് വേണമെന്നൊരു നിർബന്ധം. ബാല ചിക്കൻ സമിക്കാറ്. മലയാളത്തിൽ പറയുകയാണെങ്കിൽ ബാലയുടെ നല്ല അടിപൊളി ചിക്കൻ കറി ഓൺ ദ വേ ആണ്. നിങ്ങൾ എന്ത് വയസ്സിലിരുന്നാണ് കുക്കിംഗ് തുടങ്ങിയത്? 2013 11 years. Your favorite food? ബിരിയാണി. ബാലുണ്ടാക്കിയ ബിരിയാണി ഞാൻ ചിദംബരത്ത് വെച്ച് കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ലാസ്റ്റ് വീക്ക്. അത് ഞാൻ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. നല്ല അടിപൊളി ബിരിയാണിയാണ്. நீங்க சாப்பிட்டுருக்கீங்களா பாலாண்ணனோட பிரியாணி? சாப்பிட்டுருக்கேன். ரொம்ப சூப்பரா இருக்கும். செம்ம டேஸ்ட்ல பண்ணுவாரு. അപ്പോൾ നമ്മുടെ ചിക്കൻ കറി ഓൾമോസ്റ്റ് സെറ്റായി വന്നിട്ടുണ്ട്. നല്ലൊരു മണം വരുന്നുണ്ട്. അപ്പോൾ ബാല പറഞ്ഞു ഒരു പീസ് ടേസ്റ്റ് ചെയ്യാൻ. ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയാലോ?
കറി അടിപൊളിയായിട്ടുണ്ട്, മസാലയൊക്കെ നല്ലോണം പിടിച്ചിട്ടുണ്ട്. പക്ഷേ എൻ്റെ കൈയും നാവും ഒരേപോലെ ഒന്ന് പൊള്ളി. അപ്പോഴേ നമുക്ക് ഇനി ഒരു ആംലെറ്റും കൂടി ഉണ്ടാക്കിയാലോ. ആംലേറ്റ് എന്നോ അങ്ങനെ എന്താ നിങ്ങൾ പറയുന്നറിയില്ല. അപ്പോൾ അതുണ്ടാക്കിയാലോ, വലുതായിട്ട് ഉണ്ടാക്കാം. சரி, அது கொத்து பரோட்டா மாதிரி கொத்து ஆம்லேட்டா போடாமமா, டக்கு டக்கு டக்குன்னு. அண்ணனுக்கு ஒரு கொத்து ஆம்லேட் போடுங்க. கொத்து பரோட்டே. அது உடஞ்சிருச்சு. அது எப்படி பிச்சு தானே நம்ம வரோம். அதான் பொடி மாசம் ஆகிட்டேன். ആക്ച്വലി ഞാൻ കുറേ സംഭവങ്ങൾ ചേർന്നിട്ടൊരു വ്ളോഗ് ആക്കാന്ന് വിചാരിച്ചതാണ്. പക്ഷെ ബാലയുടെ കുക്കിംഗ് കാണുമ്പോൾ ഇതിന് മാത്രം ഒരു വ്ളോഗ് വേണം എന്ന് ഞാൻ പ്രതീക്ഷിച്ചു. അതുകൊണ്ട് ഈ ഒരു വ്ളോഗ് വെറും കുക്കിങ്ങിന് വേണ്ടി മാത്രമാക്കി മാറ്റിയിരിക്കുകയാണ് ഞാൻ. അങ്ങനെ നമ്മുടെ ഐറ്റംസ് എല്ലാം തന്നെ റെഡി ആയിട്ടുണ്ട്. നല്ല ചിക്കൻ കറി, നല്ല പുളിരസം, പിന്നെ ചോറ്, ഫൈനലി നമ്മുടെ ആംലേറ്റിന് ശ്രമിച്ച സാധനമാണ്. പക്ഷേ അത് ഒരു മുട്ട ഉപ്പേരിയായി. അപ്പോൾ എല്ലാവരും കൂടി നല്ല ഹാപ്പി ആയിട്ട് സിനിമയൊക്കെ കണ്ടിരുന്ന് കഴിക്കുക, അതൊരു സുഖമാണ്. നല്ല ഭക്ഷണം നല്ല സുഹൃത്തുക്കളോടൊപ്പം ആസ്വദിച്ച് കഴിക്കുക, എന്നിട്ടൊന്ന് ഉറങ്ങി എണീറ്റപ്പോഴേക്കും സമയം 4:30 ആയിരിക്കണു. ഫ്രണ്ട്സ്, ബാലയുടെ കുക്കിങ്ങിലുള്ള ഫുഡ് ഓൾറെഡി കഴിച്ചിട്ടുണ്ട്. എന്നാലും ഇന്ന് ഒരുപാട് ഡിഷസ് ബാല നമുക്ക് വേണ്ടിയിട്ട് സ്പെഷ്യലായിട്ട് ഉണ്ടാക്കി. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ രണ്ടുപേരും ഒന്ന് ഉറങ്ങി. ആ ഉറക്കച്ചടവ് ഞങ്ങളുടെ രണ്ടുപേരുടെയും കണ്ണിൽ നിങ്ങൾക്ക് കാണാമായിരിക്കും. അപ്പോൾ അത് കഴിഞ്ഞിട്ടാണ് വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നത്. ஸோ தேங்க்யூ பாலா, இன்னைக்கு லஞ்சு செம்மையாக இருந்தது. இது மாதிரி இன்னும் லஞ்சஸ் எதிர்பார்க்குறேன். எனக்கு கொஞ்சம் குக்கிங் எல்லாம் கற்றுக் கொடுங்க. എല്ലാം അവർ தான் നമുക്ക് ഗുരു. അപ്പോൾ അത്രയും പറഞ്ഞുകൊണ്ട് നമ്മൾ ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. ഈ ഒരു കൊച്ചു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. സോ നിങ്ങളുടെ സപ്പോർട്ട് എപ്പോഴും നമ്മുടെ ചാനലിൽ വേണം. അപ്പോൾ കീപ് സപ്പോർട്ടിങ് ട്രാവൽ ആൻഡ് ഈറ്റ് വിത്ത് അർജു വിത്ത് യുവർ ലൈക്സ്, കമൻറ്റ്സ് ആൻഡ് ഷെയർ. ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ. നമുക്ക് വീണ്ടും കാണാം. ബൈ.